പുലിയൊന്നുമില്ലല്ലേ? പുലിയുടെ കാര്യം അറിയത്തില്ല. കടുവയുണ്ട്. കടുവ ഉണ്ടോ? കടുവ ഒരു 8 എണ്ണത്തുള്ള ഇതിനകത്തുണ്ട്. മഴയത്ത് വേണമെങ്കിൽ ഇത് ട്രിപ്പ് എടുക്കാം. ഒരു കുഴപ്പമില്ല. മഴയത്ത് കുഴപ്പമില്ലല്ലേ? കിട്ടിയ കേട്ടോ, നല്ല രസമുണ്ട് കേട്ടോ. ഓ പൊളി, സൂപ്പർ. കണ്ടോ ഇങ്ങനെ പാലം എനിക്ക് എന്നെ കലറിയപ്പോഴെന്തോ മച്ചാന്മാരെ. അപ്പോൾ ഞാനിത് ഇപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ തെന്മലയിലോട്ട് പോകുന്ന വഴിക്കുള്ള ഒരു കുട്ടവഞ്ചി സവാരിയാണ്. അപ്പോൾ കുറേ നാളായിട്ട് വിചാരിക്കുന്നു ഒരു കുട്ടവഞ്ചിയിൽ കയറണമെന്ന്. ഞാൻ ഇതുവരെ കയറിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരാൾക്ക് ഇവിടെ റേറ്റ് പണ്ട് 100 രൂപയായിരുന്നു. ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്, 2 തവണ വന്നിട്ടുണ്ട്. 2 തവണ എനിക്ക് കയറാൻ സാധിച്ചില്ല. അപ്പോൾ ഞാൻ ഇതിപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ വന്നിട്ടുണ്ട്. പുള്ളിക്കും കുട്ടവഞ്ചി കയറണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ വന്ന സമയം എന്ന് പറഞ്ഞാൽ ആഗ്രഹം 10 മണിക്ക് തോന്നി. പെട്ടെന്ന് കുളിച്ചൊരുങ്ങി ഒരു 10:30-11 മണിയായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇപ്പം 12 മണി അടുപ്പിച്ചായിട്ടുണ്ട് കേട്ടോ. ഇവിടെ അപ്പുറത്തൊരു കടയിൽ നിന്ന് ഫുഡും കഴിച്ചിട്ട് കയറാമെന്ന് വിചാരിച്ചത്, ഇങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചു. ചുമ്മാ വെറുതെ ഇറങ്ങിയതാണ്. വെറുതെ അല്ല, ഈ കുട്ടവഞ്ചി കയറി വന്നതാണ്. പക്ഷേ ഓപ്പൺ ആവുമെന്നൊന്നും പറഞ്ഞില്ല. അങ്ങനെ ഇവിടെ കയറി. എന്തായാലും ഇപ്പം ഞാൻ അതിൻ്റെ മണ്ടയിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കുന്ന സ്ഥലമാണ് ആ കാണുന്നുണ്ടല്ലോ. അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കാനുള്ള ഒരുപാട് കുറേ കോളേജ് പിള്ളേരൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിലുള്ള കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്താ ഇവിടെയാണ് ബോട്ടിംഗ് ഉണ്ട്. ബോട്ടിങ്ങിനൊക്കെ പ്രത്യേക റേറ്റാണ് ഓരോന്നിനും. അപ്പോൾ ഞാനെന്ന് പറഞ്ഞാൽ അവിടെ ഒത്തിരി ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ ഇങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് നേരെ കുട്ടവഞ്ചിയാണ്. നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഒരാൾക്ക് 100 രൂപ 150 രൂപയാണ് കേട്ടോ. ഇപ്പോൾ 2 പേർക്ക് 300 രൂപയാണ്. അപ്പോൾ നമ്മളെന്തായാലും എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വിചാരിച്ചു. 20 മിനിറ്റ് എന്നാണ് പറയുന്നത്. ഒരു അരമണിക്കൂറാണ് അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ 2 പേർക്കല്ല എത്ര പേരായിരുന്നു എങ്കിലും ഈ 150 രൂപയ്ക്ക് 100 രൂപ ആയിരുന്നു കേട്ടോ പണ്ട്. കുറേ കാലം ഇവിടെ ഇല്ലായിരുന്നു. ഇപ്പോൾ റിസർവിലെ വെള്ളമൊക്കെ കാണിച്ചു തരാം. ഇത് തെന്മല ഡാമിലെ ആ ഒരു റിസർവ് ഏതാണ് കേട്ടോ. എന്തായാലും ഇവിടെ നിന്ന് നമുക്ക് അതുവഴി നടന്ന് ഇങ്ങനെ വേണം അപ്പുറം സൈഡിലെത്തണം. നമുക്ക് നോക്കാം, അങ്ങോട്ട് എന്തായാലും പോവാം കേട്ടോ. അപ്പോൾ മച്ചാന്മാരെ, നമ്മളിത് എവിടെ എത്തി കണ്ട കോസ്റ്റ്യൂമ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഊരിപ്പോകുന്നൊന്നും അറിഞ്ഞൂടാ കേട്ടോ, ലൂസുണ്ട്. അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയാണെന്നൊക്കെ. എന്തായാലും അവിടെ എന്നിട്ട് ബാക്കി നമുക്ക് നോക്കാം. നല്ല രസമുണ്ട് കേട്ടോ. പക്ഷേ വെയിലുണ്ട് കേട്ടോ. നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാൽ ഇതാണ് ഒരു കുഴപ്പം, വെയിൽ. എന്തായാലും നമുക്ക് നോക്കാം. മച്ചാന്മാരെ, ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. ഇവിടെ പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞ. അപ്പോൾ ഇതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. ആഹാ, ചെറിയ വെയിലുണ്ട്. ചെറുതല്ല, അത്യാവശ്യം നല്ല രീതിയിൽ വെയിലുണ്ട്. വെള്ളമൊക്കെ എടുത്ത് നല്ല രസമുണ്ട്, പൊളി. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ കുട്ടവഞ്ചി 2 തവണ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും കയറാൻ പറ്റിയിട്ടില്ല. ഇന്ന് നമ്മൾക്ക് കയറാൻ സാധിച്ചു. ആദ്യമായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നമുക്ക് ബാക്കി ഇങ്ങോട്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാം. ഫുൾ വീഡിയോയിൽ കാണിക്കും കേട്ടോ. ഓ, 3 നദികളിലെ വെള്ളം ചേരുന്നതാണ് ഈ വെള്ളത്തിൻ്റെ ഓ. മറ്റേ റോസ്മലയിൽ നിന്നുള്ള റോസ്മലയെന്ന് വരില്ലല്ലോ. റോസ്മല ഇത് ചെന്തണ്ണി വൈൽഡ് ലൈഫ് സാഞ്ചുറി ആണ്. ഈ ചെന്തണ്ണിയുടെ കീഴിൽ വരുന്ന സ്ഥലമാണ് റോസ്മല. ഓക്കെ. റോസ്മല നമ്മുടെ മെയിൻ ടൗണിൽ നിന്ന് 18 കിലോമീറ്റർ കാടിനുള്ളിലേക്ക് എത്തിക്കുന്ന സ്ഥലമാണ്. ഓ, അത് ഈ ടവർ മാത്രമേ ഉള്ളൂ. ഓ, അത് ദ്വീപ്, അത് വെള്ളം കുറഞ്ഞിടക്കണേണോ? ഏതാണ് അവിടെ ഒരു കര പോലെ? അതെ, അവിടെ ഇങ്ങനെ വെള്ളം തെളിയും. അല്ല, ഈ കരഭാഗം തെളിയും വെള്ളം കുറയുന്നതനുസരിച്ച്. ഓ, നമുക്ക് മഴയുള്ള സമയത്താണ് വെള്ളം കുറയുന്നത്. 3 ജില്ലയ്ക്ക് കുടിവെള്ളം കൊടുക്കുന്നുണ്ട്.
ഇവിടെ മറ്റേ ആനയിലൊക്കെ ഒരു കേട്ടോ ഈ പരിസരത്ത്. ഈ ഭാഗങ്ങളിൽ ചില സമയത്ത് വന്നിട്ടുണ്ട്, എപ്പോഴും ഇല്ല. ഇത് കാടാണ് കേട്ടോ. ആ കാട് തന്നെ. ഇന്നലെ അവിടെ ഇറങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു ആ ഭാഗത്ത്. ഓ കൊപ്പ പൊടിഞ്ഞ് കിടക്കുന്നുണ്ട് കൈ. ഓ അവിടെ ഇറങ്ങുമ്പോഴാണ് അങ്ങനെ പറഞ്ഞത്. ഇറങ്ങുമ്പോഴാണ് കൂടുതൽ അങ്ങനെ വരുന്നത്. ഓ അങ്ങനെ എപ്പോഴും ഇറങ്ങൂല. വല്ലപ്പോഴും. ഓ വേറെ ഏതെങ്കിലും സ്ഥിരം ഇറങ്ങുന്നുണ്ടോ ഇങ്ങനെ വെള്ളം കുടിക്കാൻ വേണ്ടി? അങ്ങനെയില്ല, ഇവിടെ എപ്പോഴും ക്രൗഡ് ഏരിയ ആയതുകൊണ്ട് അങ്ങനെ വരാതില്ല. ഭാഗത്തൊക്കെ വരത്തുള്ളൂ. ഓ ചില സമയത്തൊക്കെ ഒരു കൂട്ടത്തോടങ്ങി വന്നിട്ട് അങ്ങ് പോകും. ഓ പിന്നെ ഈ മാനോ മ്ലാവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ വരും. ആ പുലിയൊന്നുമില്ലല്ലേ? പുലിയുടെ കാര്യം അറിയത്തില്ല. കടുവയുണ്ട്. കടുവ ഉണ്ടാ? കടുവ ഒരു 8 എണ്ണത്തോളം ഇതിനകത്തുണ്ട്. ഓ കണ്ടിട്ടുണ്ടോ ഇങ്ങോട്ട്? ആ ഇവിടെ ഞാൻ കണ്ടിട്ടില്ല, നമ്മുടെ ഡ്യൂട്ടിക്കാരൊക്കെ ഉണ്ട്. ഓ അപ്പുറത്തോട്ട് വരത്തില്ലേ? ആ സൈഡിൽ ഇറങ്ങിയിട്ടുണ്ട്. ഈ കോണില്ലേ, ഈ ഭാഗങ്ങളിലാണ് വന്നേക്കുന്നത്. അപ്പോൾ എല്ലാം കുറേ നാളായി. ഓ ഓ 5 മാസത്തിനാണ്. ഈ കടുവയ്ക്ക് ഏരിയ തിരിച്ചുള്ള പരിപാടിയാണല്ലേ? ഒരു അവർക്ക് ഒരു ടെറിട്ടറിയിലുണ്ട്. അത് കഴിഞ്ഞിട്ട് അതങ്ങനെ ഇണ വരുന്ന സമയത്ത് മാത്രമേ മറ്റുള്ളതിനെ കൂടെ അലോഡ് ചെയ്യൂ. കറക്കട്ടെ? അച്ഛന്മാരെ നമ്മളപ്പോൾ തുടങ്ങിയാണ് ഇതാളിയാ കാണിച്ചാ. ഇനി നമ്മൾ അഡ്വഞ്ചർ മോഡിലോട്ട് വന്നിട്ടുണ്ട്. ആഹാ ടടാ കുട്ടവഞ്ചിയുടെ ഏറ്റവും വലിയ മാസ്റ്റർ പീസ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഐറ്റം. ആ ഒരു രക്ഷയില്ല കേട്ടോ. ശിവനെ ഇത് ഏത് രാജ്യമെന്ന് പോലും അറിയത്തില്ല. ആ ഇതാണ് കേട്ടോ മാസ്റ്റർ പീസ്. നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ വന്നത് ഇതാണ്. ഇപ്പോഴാ ഒരു കിക്ക് കിട്ടിയത് കേട്ടോ. ആഹാ പൊളി പൊളി എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല കേട്ടോ. ശിവനെ ഇത് ഏത് ജില്ല അതുപോലെ ആയിപ്പോയി. കിട്ടിയ കേട്ടോ, നല്ല രസമുണ്ട് കേട്ടോ. ഓ പൊളി സൂപ്പർ, ഒന്നും പറയില്ല കേട്ടോ, നല്ല രസമുണ്ട്. ഊനാലൊക്കെ ഇങ്ങനെ കറക്കിട്ട് നമ്മൾ എണീക്കും, ഒരു ബോധമില്ലാത്ത പോലില്ലേ, അതുപോലെ ഉണ്ട് തലയൊക്കെ. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. കൊള്ളാം. എത്ര കൊള്ളായിരുന്നു, സൂപ്പർ. മറ്റേ റോസ്മലയിലൊക്കെ ഇത് ഇറങ്ങും കേട്ടോ, മൃഗങ്ങൾ ഇറങ്ങൂല്ലേ? അപ്പോൾ ഇറങ്ങുന്ന സ്ഥലങ്ങൾ കൂടുതൽ. ഓ അത് മൊത്തം നല്ല കാടാണ്. ആ അവിടെ ഉള്ളൊരു പക്ഷെ വൈകുന്നേരമൊക്കെ പോകുമ്പോൾ അപ്പം കാണാൻ പറ്റും, കാണൂലേ? ഇപ്പോഴും കുറേയൊക്കെ കുറവുണ്ടെന്ന്. നേരത്തെയൊക്കെ ഈ വണ്ടി വാഹനമൊന്നും ഇല്ലാത്ത സമയത്ത് ഒരുപാട് ഇറങ്ങി നിൽക്കുമായിരുന്നു റോഡിലൊക്കെ. ഓ ഇപ്പോഴും കാണും കറക്റ്റായിട്ട്. ആ ഇന്നാളെ പോയപ്പോൾ ആനപ്പിണ്ടൊക്കെ കുറേ കിടന്നായിരുന്നു വഴി. ആ അതൊക്കെ ഇറങ്ങും, ശരിക്കും ഇറങ്ങും. അവരെ കറക്കൂലേ? അവർ കറക്കിയില്ലേ? അവർക്ക് വേണ്ടായിരിക്കും ചിലപ്പോൾ. ഓഹോ കുട്ടഞ്ചിയുടെ മാസ്റ്റർ പീസ് അതല്ലേ? അതാണ് ചിലർക്ക് പിടിക്കില്ല. ചിലപ്പോൾ പ്രഷറൊക്കെ ഉള്ളവരാണെങ്കിൽ ചിലപ്പോൾ ഓ പെട്ടുപോകും. അതിൽ ഓടും കൂടുതലില്ല, ചരിയത്തില്ലേ? അങ്ങനെയൊന്നുമില്ല, അത് ചരിയില്ലേ? ഇപ്പോൾ ഒരു 3 പേര് ഒരു സൈഡിലേക്ക് വന്നാൽ ചിലപ്പോൾ പ്രശ്നം. അല്ലെങ്കിൽ ഇതിന് ഒരു സേഫ്റ്റിയുടെ കാര്യത്തിൽ ഒരു കുഴപ്പമില്ല. ബോട്ടിനെക്കാട്ടിലും പക്കാ സേഫായിരുന്നു. ഓ അങ്ങനെ പെട്ടെന്നൊന്നും അറിയൂല. കാറ്റുള്ളപ്പോൾ നമുക്ക് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. അത് ഒഴിച്ച് ബാക്കി ഒരു കുഴപ്പമില്ല. മഴയത്ത് വേണമെങ്കിൽ ഇത് ട്രിപ്പ് എടുക്കാം, ഒരു കുഴപ്പമില്ല. ഓ മഴയത്ത് കുഴപ്പമില്ലല്ലേ? ഒരു കുഴപ്പമില്ല. ഇടയ്ക്ക് കുറേ കാലം ഇവിടെ ഇല്ലായിരുന്നല്ലേ? അത് കൊറോണ സമയത്ത് മാത്രമേ ഇല്ലാതുള്ളൂ, ബാക്കിയുള്ള സമയത്തൊന്നും ഒരു കുഴപ്പമില്ല. വൈകുന്നേരം ഇത്ര മണി വരെ അങ്ങനെ എന്തോ? രാവിലെ 9 തൊട്ട് വൈകിട്ട് 5:30 വരെ. തിരക്കൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പം 6 മണി വരെ നിൽക്കും. മഴ ഭയങ്കര സീനായിട്ടുള്ള ദിവസങ്ങളിൽ കാണൂലല്ലേ? അത് നമുക്ക് ഇപ്പം കളക്ടറേറ്റിനൊക്കെ കളക്ടറിൻ്റെ ഓർഡറൊക്കെ ഉണ്ടെങ്കിലേ ഓ അങ്ങനെയാണ് മാത്രമേ നിർത്തുള്ളൂ. ഓ അപ്പം മലയോര മേലായതുകൊണ്ട് ചിലപ്പം അലർട്ടൊക്കെ ചിലപ്പം പറയും ഇന്നൊക്കെ എടുക്കണ്ടെന്ന് 2-3 ദിവസമൊക്കെ നിർത്തിയേക്കാൻ പറയും. അല്ലാതെ എല്ലാ ദിവസവും ഇവിടെ ഇതാണ്? എല്ലാ ദിവസവും ഉണ്ട്. അങ്ങോട്ട് തിരിക്കും. ഇങ്ങോട്ടോ? ആ ഈ 2 സൈഡിലേക്ക് മതിയുണ്ട്. ആ അങ്ങോട്ടും തിരികെ ചെയ്യുമ്പോഴത്തേക്ക് അങ്ങോട്ട് അതെ അത് റൊട്ടേറ്റ് ചെയ്ത് വരുന്നതനുസരിച്ച് ചെയ്യണം. നമുക്ക് പോകേണ്ട ദിശ ഏതാണെന്ന്
എങ്ങോട്ടെങ്കിലും പോ. ഹൈ ചേഞ്ച് ചെയ്യണം, അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്ത് ഇപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ആണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ചെയ്യുകയാണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് താഴെ, റൈറ്റ് സൈഡ് ചെയ്യുന്ന അങ്ങനെ ഇരിക്കണം. അല്ല ഇപ്പുറത്ത് ചെയ്ത് തിരിച്ച് ചെയ്താൽ ഞാൻ പറഞ്ഞില്ല. അങ്ങനെ അങ്ങനെ ചെയ്യുന്നു. ഒന്നും കൂടെ ചെയ്തു. അവിടെ താത്തിട്ട് ചെയ്തു. അവിടെ ഇച്ചിരി താത്തിട്ട് അത് തന്നെ. ഒന്ന് പിടിക്കും. സൈഡിലേക്ക് പോട്ടുക. പിന്നെ അടിയിലോട്ട് പോയാൽ കിട്ടത്തില്ല. അല്ല അങ്ങോട്ട് അങ്ങനെയല്ല. നീ ചെയ്യണല്ലേ എടുത്തോ. ഫോണ് തന്നെ പ്ലേ ആണോ? അപ്ലൈ ആണ്. എത്ര അടിയാണ് ഇവിടെ ആഴെ കുറവാണ്. ആ അങ്ങോട്ട് അപേക്ഷിച്ച് ഇവിടെ ആഴെ കുറവാണ്. എന്നാലും അത്യാവശ്യം നല്ല ഇതുണ്ട്. കുഴപ്പമില്ല. ഇങ്ങനെയാണ് അങ്ങനെ തന്നെ. അതിന് നേരെ തിരിച്ച് അപ്പുറത്തെ സൈഡ് കൈ ചേഞ്ച് ചെയ്യണം. കൈ അപ്പോഴിങ്ങനെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. അത് അത്ര ഒന്നുകൂടി. അതിന് അപ്പുറത്തെ സൈഡ് ചെയ്താൽ ഞാൻ പറയാം. ഒന്നുകൂടി ചെയ്തു. ഒന്നും കൂടി. ഓക്കെ. ഇനി അപ്പുറത്തെ സൈഡ് ഇങ്ങനെയാണ്. അങ്ങനെ അപ്രോച്ച് സ്പീഡ് വേണമെങ്കിൽ നമ്മൾ ഇത്രയും ഈ പൊസിഷനിൽ വന്ന് തുഴയുമ്പോഴാണ് സ്പീഡ് കിട്ടുന്നത്. അവിടെ ഇങ്ങനെ നമുക്ക് ഇച്ചിരി സ്പീഡിൽ പോകണമെങ്കിൽ ആയില്ല അത് കറങ്ങി നമ്മൾ ആ പോകേണ്ട ദിശയിൽ അവിടെ വരണം. നമ്മുടെ ഫേസ് അങ്ങോട്ട് തിരിഞ്ഞ് വരണം. മനസ്സിലായോ? ഇനി എപ്പുറത്തെ സൈഡ് ഇപ്പോൾ കണ്ടോ? ഇങ്ങനെ ബാലൻസ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിയാതെ തുഴയുന്നതാണ് കറക്റ്റായിട്ട് ഒരേ ലെവലിൽ ഇപ്പോൾ തിരിയുന്നത്. അതിന് പ്രവേശം വീണ്ടും ഇങ്ങനെ. ഇനി കറക്കുണ്ടാട്ടാ. കറക്കിക്ക്. അതെങ്ങനെയാണ്? ഇങ്ങനെ ഒരേ സൈഡിലേക്ക് തന്നെ തുഴയും. എനിക്ക് എന്നെ കലറിയപ്പോഴെന്തോ തലയിറക്കി ഇത്ര മതി. ബാക്കി ചേട്ടൻ കറക്കിയാൽ മതി. ഇതാ നിർത്തുന്നത് എനിക്ക് നിർത്താറുണ്ടാട്ടാ. ഒന്നും കൂടെ കറക്കണം. നമ്മൾ ഇപ്പം നടുക്ക് ആ ഒരു സെൻട്രൽ പൊസിഷനിലുണ്ട്. അത്യാവശ്യം നല്ല ആഴമുണ്ട് കേട്ടോ. ഒന്നും കൂടെ ഒന്ന് കറക്കുകയാണ്. ഓ ചേട്ടാ ഒരു രക്ഷയില്ല. മാസമായിട്ട് ഇതാണ്ട തൊഴിൽ വീഴുന്നുണ്ടോ. ഒരു ബാലൻസിങ് ആണ് കേട്ടോ ഫുള്ള്. കാരണം ഫുള്ള് കവള് തല ഇങ്ങനെ കറങ്ങിപ്പോവും. ചേട്ടാ സ്ഥിരം ചെയ്യണോണ്ടാണ് ഒന്നും തോന്നാത്ത. ഇപ്പൊ എണീറ്റ നേരെ താഴെ കിടക്കും. ഓ സൂപ്പർ. അയ്യോ അമ്പോ തലയൊക്കെ ഇത് എന്ത് ഏജില്ല. ഓ മറ്റന്മാരെ എന്തായാലും നമ്മൾ മസ്റ്റായിട്ട് ട്രെയിൻ ഒരു സംഭവമാണ്. പക്ഷെ വരുമ്പോൾ നമുക്കിത് ഓക്കെ കിക്ക് ആ ഒരു കിക്ക് കിട്ടിയിട്ടുണ്ട്. മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സാധനം തന്നെയാണ്. അധികം റേറ്റും ഇല്ല. അപ്പോൾ നമ്മളെന്ന് പറഞ്ഞാൽ ഒരു 4-5 പേരൊക്കെ വന്ന ഒരു കുട്ടവഞ്ചി കിടന്ന് അർമാദിക്കാം കേട്ടോ. വളരെ സേഫാണ്, പേടിക്കാനൊന്നുമില്ല. അത്യാവശ്യം നല്ല രീതിയിൽ അർമാദിക്കാൻ പറ്റിയൊരു സാധനം തന്നെയാണ് നമ്മൾ ഫ്രണ്ട്സ് ആയിട്ട് വരുമ്പോൾ. ഇപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല ഒരു കിക്ക് ഉണ്ട്. ആ ഒരു ഫീൽ കിട്ടി കേട്ടോ. നമ്മളൊരു റീൽ കണ്ട് ഇഷ്ടപ്പെട്ടിറങ്ങിയാണ്. പെട്ടെന്ന് തോന്നിയ ഒരു ആഗ്രഹമാണ്. പക്ഷേ എന്തായാലും വന്നത് വെറുതെ ആയില്ല, ഒത്തിരി ഇഷ്ടപ്പെട്ട്. മുള്ളും ഇതൊക്കെയാണല്ലോ. ആഹാ പിടിച്ച് മുള്ള പിടിച്ച് അച്ഛാമൊരു ഹിഡൻ സ്പോട്ട്. നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടെ ഒരു വഴി കിട്ടി. ഒന്ന് ചുമ്മാ ഒന്ന് പോയി നോക്കിയാണ്. ഇവിടെ അങ്ങനെ പാമ്പുകളൊന്നും പേടിക്കേണ്ട. ഉണ്ടെങ്കിൽ രാജവമ്പാല മാത്രമേ കാണുള്ളൂ കേട്ടോ. കാരണം തെന്മല ഈ ഏരിയയിലൊക്കെ രാജവമ്പാലയുടെ സാധനത്ത് വളരെ കൂടുതലാണ്. ആഹാ
മച്ചാന്മാരെ ഇവിടെ വരുമ്പോൾ എന്തായാലും കുട്ടവഞ്ചി കയറണം. എന്തായാലും ആ ഒരു കറക്കാണ് മെയിൻ ഇവിടുത്തെ ഒരു മാസ്റ്റർ പീസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മളെന്തായാലും ഇപ്പം പോകില്ല, ആ കറക്കിൻ്റെ ആ ഒരു കിക്ക് ഇതുണ്ട്, ഒരു ചെറിയൊരു അത്യാവശ്യം നല്ലൊരു കിക്ക് ഇട്ടിട്ടുണ്ട്. കണ്ടോ ഇവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. എന്തായാലും ഇവിടെ ഇരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഒരു 10 മിനിറ്റ് എന്തായാലും ഇവിടെ നിന്നൊക്കെ ചെയ്തതിന് ശേഷം പോകാമെന്ന് വിചാരിച്ചു. ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. റേറ്റ് എനിക്ക് അറിയത്തില്ല കേട്ടോ. നമ്മൾ ബോട്ടിങ് അവിടെ തന്നെ ഒരു ബോട്ടിംഗ് ഉണ്ട്, ഇവിടെ നൈറ്റ് സ്റ്റേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ബോട്ടിങ് 2000 സംതിങ് ഒക്കെ ആണെന്ന് തോന്നുന്നു, 8 പേർക്ക് എന്തോ ആണെന്ന് തോന്നുന്നു. ഭയങ്കര രസമാണ് കേട്ടോ. പക്ഷേ നമ്മളെ കൂടെ ഒരു ബാച്ചും കൂടെ ഉണ്ടായിരുന്നു ഈ കുട്ടവഞ്ചിക്ക് വേണ്ടി. അതുകൊണ്ടാണ് ആ ഒരു എന്ത് കിട്ടെ നമ്മളെ പുള്ളിക്കാരെ അങ്ങോട്ട് കൊണ്ടുവരുന്നത്. 20 മിനിറ്റ് അരമണിക്കൂറാണ് പാട്ടിട്ടുള്ളതെങ്കിലും നമ്മൾ അങ്ങോട്ടൊക്കെ കൊണ്ടുപോയിട്ട് അത്യാവശ്യം നന്നായിട്ട് പുള്ളി കൊണ്ടുപോകുമായിരുന്നു. പക്ഷേ കൂടെ ഒരു ബാച്ച് വേറെ ഉള്ളതുകൊണ്ട് അവരും അതുപോലെ അങ്ങോട്ട് പോകണില്ല എന്നൊക്കെ ചോദിക്കും. അതുകൊണ്ട് മാത്രമാണ് നമ്മളെ കൂടെ കിട്ടിയ ആ ചേട്ടനെന്ന് പറഞ്ഞാൽ ഭയങ്കര കമ്പനിയായിരുന്നു കേട്ടോ. സാധാരണ നമ്മൾ പറയുന്ന രീതിയിൽ ഫുള്ള് കറക്കി പുള്ളിക്കാരൻ്റെ വരെ കിളി പോകുന്ന രീതിയിൽ കറക്കിയിട്ടുണ്ട് കേട്ടോ. അമ്മാതിരി കറക്കുമായിരുന്നു. നമ്മളും അത്യാവശ്യം നമ്മൾ തുഴയാൻ പഠിച്ചിട്ടുണ്ട്. അപ്പം നിസ്സാര പണിയല്ലെന്ന് മനസ്സിലായി. എന്തായാലും വരുന്നവർ നമ്മളെ ഫ്രണ്ട്സുമായിട്ടൊക്കെ വന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയതാണ്. നമ്മൾ തെന്മല ഇവിടുന്ന് നേരെ തെന്മല പോണ റൂട്ട്, ഇവിടുന്ന് നെടുമങ്ങാട് തെന്മല പോണ റൂട്ടിൽ നമ്മൾ തെന്മല ഇവിടുന്ന് ഒരു 3-4 കിലോമീറ്ററും കൂടെ വരും. 3 വരത്തില്ല, 2 കിലോമീറ്റർ ഉള്ളൂ. തെന്മല ഡാമിൻ്റെ അതായത് നമ്മുടെ പരപ്പാറ ഡാമിൻ്റെ റിസർവെയറാണ് ഈ കാണുന്നതൊക്കെ. അത്യാവശ്യം ഇവിടെ ആഴം കുറവാണ്, ഇതുവരെ വെള്ളം കയറുന്നതാണ്. ഈ ഒരു ഭാഗത്തൊക്കെ വെള്ളമാണ് ചില സമയങ്ങളിൽ. എന്നാൽ ഇപ്പോഴും അത്യാവശ്യം നല്ല ആഴമുണ്ട് കേട്ടോ. ഈ ആഴം കുറയും തോറുന്നതാണ് അവിടെ ആ കരഭാഗം കണ്ടോ, അവിടെ ഒരു ദ്വീപ് പോലെ അങ്ങനെ ആ ഒരു ഭാഗത്ത് അവിടെയൊക്കെ നമുക്ക് ഇങ്ങനെ ചുറ്റി കൊണ്ടുപോകാമെന്ന് പുള്ളി പറഞ്ഞതാണ്. പക്ഷേ ആ കൂടെ ഒരു ബാച്ച് ഉള്ളതുകൊണ്ട് മാത്രമാണ് നമുക്ക് പോകാൻ പറ്റാത്തത്. എന്തായാലും നമ്മൾ ഇന്നത്തെ ആ ഒരു കിക്ക് കിട്ടി നമുക്ക് എന്തായാലും ഇന്നത്തെ ട്രിപ്പ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കണം. എന്തായാലും നമ്മളിവിടെ നിന്ന് അങ്ങ് ഇറങ്ങുകയാണ്. എന്തായാലും ജസ്റ്റ് ഇവിടെയുള്ള ആ ഒരു പരിസരത്തിൻ്റെ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് കാണിച്ചിരിക്കാം. അതിനുശേഷം നമ്മൾ ഇവിടെ നിന്ന് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ പുതിയ വീഡിയോകൾ വീണ്ടും വരും. അപ്പോൾ എല്ലാവരും ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ വെക്കേഷനൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ല കിടിലൻ സ്ഥലമാണ്. ഒരുപാട് കുരങ്ങന്മാരൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ നോക്കുക, ബാഗൊക്കെ കൊണ്ടുവരുന്നവർ. എന്തായാലും മസ്റ്റായിട്ട് നമ്മൾ ട്രൈ ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ്. വേറെ ഒന്നും പറയാനില്ല കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് പറയാം, അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.